ഞാൻ പോട്ടെ. ഇതാണ് അഞ്ച് ബ്രാസ്, ഇതാണ് ആവേശാണ് ബ്രാസ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനലക്ഷ്മി. അങ്ങനെ ഫൈനലി ഇന്ന് നമ്മുടെ ഉണ്ണീഷൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസത്തെ ഹൽദി പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ദർശനയുടെ മേക്കപ്പ് ഒക്കെ റെഡി ആയിട്ട് ദർശന ബാക്കിൽ ഇരിപ്പുണ്ട്. മേക്കപ്പ് ചെയ്തത് ബ്രൗൺ ഹ്യൂ മേക്കപ്പ് ആണ്. അയ്യോ, പേര് മിഷ്മാനൽ. ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഫൈനലി ദ ഡേ ഈസ് ഹിയർ. ഇനിയിപ്പോൾ പെട്ടെന്നായിരിക്കും എല്ലാം. ഇനി 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ പറയാം, കല്യാണവും കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ, മറ്റേ ഇത്രയും നാളാ കല്യാണമല്ലേ ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം വളരെ പെട്ടെന്ന് എത്തിയിരിക്കുകയാണ്. അപ്പം ഞാനും പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് പോവാം. അപ്പോൾ നാളെ എൻ്റെ കല്യാണമാണ്, ഇന്ന് ഹൽദി പരിപാടിയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതിനെപ്പറ്റി? ഞങ്ങളുടെ ഉണ്ണിമോൻ്റെ കല്യാണ തലേന്നല്ലേ ഞങ്ങൾ അടിച്ചു പൊളിക്കാനാണ് വന്നത്. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം എനിക്ക് പിള്ളേരിലേലും എല്ലാം എൻ്റെ മക്കൾ തന്നെ, കൊച്ചുമക്കളും മക്കളും ഒക്കെയാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. രണ്ടുപേരുടെ ഓരോ കുഞ്ഞോമനകളെ കൂടെ കാണണമെന്നാണ് അമ്മമ്മയുടെ അതിയായ ആഗ്രഹം. സാധിച്ചു തരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവമല്ല ഞങ്ങളെ സാധിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നു. സന്തോഷമായിട്ട് അവർ കുടുംബം ജീവിതം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയി കഴിഞ്ഞു. സോ ഇതാണ് അഞ്ച് ബ്രാസ്, ഇതാണ് ആവേശാണ് ബ്രാസ്. ഗൈസ്, അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ടും ഇനി ഗെയിംസും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ ഒക്കെ കേട്ടോ. ഇറങ്ങി സമയം ഇറങ്ങി മൈലാഞ്ചി. ചെറിയ ഗെയിം നമ്മൾ കൊടുക്കാൻ പോവാണ്. സോ ദ ഗെയിം നിങ്ങൾ രണ്ടുപേരും റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഓരോന്ന്. നിങ്ങൾ ഇത് ലഡു ആരാണെന്ന് ചോദിച്ചാൽ പറയും. ഓക്കെ, യു വിൽ ബി ദ ലഡു ആൻഡ് യു വിൽ ബി ജിലേബി. ഓക്കെ, അപ്പൊ ഈ രണ്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ്സ്, കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത് എന്ന് പറയാം. സോ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇവരെടുത്ത് ചോദിച്ചറിയാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതാണ് കറക്റ്റ് അവസരം. സോ ഇത് ഉപയോഗിക്കാം. ചോദിക്കട്ടെ, ആരാണ് ഏറ്റവും ആദ്യമായിട്ട് ഇഷ്ടം തുറന്നു പറഞ്ഞത്? Great. Who's more romantic? Okay. Who's more organized? Oh, very good. Okay. Who shops more? Okay. Who has the best taste in fashion? Oh, yes. Who cries more during movies? സിനിമ കണ്ട് കരയാനൊക്കെയുള്ള ഒരു അതെയോ? ഓക്കെ, ഫൈൻ. Who's more serious? Who's more likely to get a traffic ticket? പോലീസ് ഒക്കെ പിടിച്ചോണ്ട് പോകാനാണ് എനിക്ക് ട്രാഫിക് ടിക്കറ്റ്. Okay. അറിയാലോ. Who's the better cook? രണ്ടുപേർക്കും അവനവനെ കുറിച്ച് നല്ല ധാരണയാണ്. ഓക്കെ, ഫൈൻ. എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഒരു ഫേവറേറ്റ് സ്പെഷ്യൽ ഡിഷ് എന്താ? ഓക്കെ, തിരിച്ചോ? ചപ്പാത്തി കറി. ഫൈൻ. കറി എന്തെങ്കിലും സ്പെഷ്യൽ കറികൾ അങ്ങനെ തോന്നുന്നു? യൂട്യൂബ് ഉണ്ടെങ്കിൽ എന്തും. ഓക്കെ. Who's a better singer? അപ്പൊ നമുക്ക് പാട്ട് കേൾക്കണ്ടേ? വരികളാവാതെ. യെസ്, നല്ലൊരു സപ്പോർട്ട് ചെയ്തേ. അല്ല മതിയല്ലോ, നമുക്ക് 2 ലൈൻസ് കേട്ടാ നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനും വലിയൊരു കാര്യം സംസാരിക്കാൻ സ്കിപ്പ് ആയിക്കളെ. ഓക്കെ.
പാട്ടുണ്ട്. അത് പാട്ടറിയാവുന്ന കുറെ പേരുണ്ട് ഇതിനകത്ത്. അതിനോട് ക്ഷമിക്കുക. പാട്ടറിയാൻ മേലത്തൊരു സഹിക്കുക. ഓക്കെ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും ഗണിതമേ, കൺമണി വീട്ടിൽ സൗഖ്യമാണിങ്ങ് സൗഖ്യമേ, ഉണ്ടെ എണ്ണി പാട്ടേ കവിത കൊട്ടത് അത് എഴുത നിനക്കേ വാർത്തയൊട്ടത്. ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും ഗണിതമേ, മഞ്ഞളയിൽ മുങ്ങിത്തോത്തി തരുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞളയിൽ മുങ്ങിത്തോത്തി തരുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി. അപ്പൊ അടുത്തതായിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. ശ്ലോകക്കുട്ടിയാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. Wishing you both a very, very happy married life. For happy married life, welcome. All the blessings. ഞങ്ങളെ പോലെ happy ആയിട്ട് ജീവിതകാലം മുഴുവൻ നിൽക്കണം. കുഞ്ഞുകുട്ട, happy wedding wishes. ചേച്ചിക്കും സായിനും വരാൻ പറ്റുന്നില്ല, പക്ഷെ വിഷ്ണുചേട്ടൻ കാണുന്നുണ്ട്. ഫുൾ എനർജി ഞങ്ങൾ റെപ്രസെന്റ് ചെയ്ത് all the blessings, all the happiness wish ചെയ്യുന്നു. Wish you a happy married life. കുറച്ച് നമുക്ക് വരാൻ പറ്റില്ല, പക്ഷേ wish you all the very best. Congratulations. Finally, നമ്മളെപ്പോലെ എല്ലാവരും സെയിം മിസ്റ്റേക്ക് തന്നെ ചെയ്യാൻ പോകുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ് സെയിം. Congratulations. Wishing you the very best. ഞങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹവും എല്ലാം ഉണ്ട് രണ്ടുപേരുടെയും കൂടെ. കുഞ്ഞുകുട്ട കാണണം. Let's play a short game. ഉരുളിയിലൊരു ഉരുള, ഉരുളിയിലൊരു ഉരുള. അങ്ങനെ നമ്മുടെ ഹൽദി പരിപാടി ഏകദേശമല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. നാളെ വെഡിങ് ഡേ ആണ്. അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഉണ്ണിച്ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രയലുണ്ട്, എൻ്റെ നാളത്തെ ഡ്രസ്സിൻ്റെ ട്രയലുണ്ട്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഉണ്ണിച്ചേട്ടൻ്റെ നാളത്തെ ഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ എംലോഫ് ലെഹറിൽ നിന്നാണ്. അപ്പോൾ അത് ജോലി ഇപ്പോൾ എടുത്തുകൊണ്ട് വരും. ഞാൻ അതിൻ്റെ പുറകെ കുറച്ച് നേരം ഓടിയായിരുന്നു ഞാൻ കിതയ്ക്കുന്നത്. നമ്മുടെ ഹൽദി പരിപാടിയിൽ അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. വളരെ ഇൻറ്റിമേറ്റ് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ നന്ദുക്കുട്ടിക്ക് ആക്ച്വലി എക്സാം ആയത് കാരണം നന്ദുക്കുട്ടിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. നന്ദുക്കുട്ടി ഇപ്പോഴാണ് അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നന്ദുവിൻ്റെ സാരി അതുകൊണ്ട് ഞാൻ മിനിങ്ങാന്നാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. അത് നമുക്ക് പോയി ട്രയൽ ചെയ്യാനുണ്ട്. ഉണ്ണിച്ചേൻ്റെ ഡ്രസ്സ് ട്രയൽ ചെയ്യണം, എൻ്റെ ഡ്രസ്സ് എല്ലാം ബാക്കിയാണ്. അപ്പം നമ്മൾ ഇന്നിനി ഒരു ഓട്ടപ്രദർശനമാണ് നടത്താൻ പോകുന്നത്. ഉണ്ണിച്ചേൻ്റെ ഡ്രസ്സ് വന്നിട്ട് നമുക്ക് ഡ്രസ്സ് കാണാം. അതെ, അച്ചപ്പനും വന്നു. അങ്ങനെ നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ ഡ്രസ്സ് റെഡി ആയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എനിക്ക് സന്തോഷമായി. സാധാരണ പെണ്ണുങ്ങളുടെ ബ്ലൗസിൽ മാത്രം അല്ലെങ്കിൽ ഡ്രസ്സുകൾ മാത്രം ഹാൻഡ് വർക്ക് ചെയ്യാറുള്ളൂ. എനിക്കൊരു സന്തോഷമല്ലേ. സാധാരണ നോർമൽ കുർത്തീസ് അല്ലേ കിട്ടുന്നത്. ഇത് ട്രൈ ചെയ്യട്ടെ.
അടിപൊളി, നല്ല രസമുണ്ട്. നമ്മൾ നോർമലി എടുക്കുന്ന കുർത്ത പോലെയല്ല, ഫുള്ള് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. നല്ല രസമുണ്ട്. ഇത് നമുക്കൊരു മുണ്ടും കൂടെ സെറ്റ് ചെയ്താൽ മതി അല്ലേ? മുണ്ടും കൂടെ നമ്മൾ കറക്റ്റ് എങ്ങനെ ലുക്ക് വരും? മുണ്ടും കൂടെ സെറ്റ് ചെയ്താൽ എപ്പോഴാണ് കല്യാണം? നാളെയാണ് കല്യാണം. ഇനി മുണ്ടും കൂടെ മതി, വേറൊന്നും വേണ്ട. ബാക്കിയൊക്കെ ഉണ്ടോ? ബാക്കിയൊക്കെ ഉണ്ട്. ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കുർത്ത ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നല്ല ഈവൻ എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നെക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോളറിന്റെ ഈ ഒരു പോർഷനും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വരിക. അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്കും എന്തായാലും സന്തോഷമായി. അനീഷേട്ടൻ എങ്ങനെയായിരുന്നു കെട്ടിയേ? ഒന്ന് വന്നേ. അതല്ല അനീഷേട്ടാ, ഇവിടെ സൈഡിലാണോ പുറകില്? എനിക്ക് വലിയ ചിരിയൊന്നും വന്നില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും മറ്റേ ഈ താലിയുടെ ഫേസ് അങ്ങോട്ട് ഫേസ് ചെയ്തായിരിക്കുന്നത്. അങ്ങനെയാണ് തിരുമേനി നമുക്ക് തരേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വേണം കേട്ടാ. താലി എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് ഫേസ് ചെയ്ത് നിൽക്കണം. ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ട്. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ഈ കോർണർ വരെ ഇത് വന്നാൽ മതി. നമ്മൾ ഇങ്ങനെ കമന്ന് നടക്കണ്ട കാര്യം വരുന്നില്ല. നല്ല ഫോട്ടോയും കിട്ടും. അത്രയും നമുക്ക് സ്ട്രെസ് അപ്പൊ നമ്മൾ അടുത്തത് വന്നിരിക്കുന്നത് ദർശനയുടെ മന്ത്രകോടിയുടെ ബ്ലൗസിന്റെ ട്രയലാണ്. അപ്പൊ ഇവര് ട്രയലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് പുറകെയാണ് ഇനി എത്തിയത്. മന്ത്രകോടി ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരും, ഫ്രണ്ടിൽ ഇങ്ങനെ വരും. വളരെ സിമ്പിളാണ്. ഞാൻ ആക്ച്വലി പറയാം, ഇത്രയും ഇവിടെ നമ്മുടെ ഈ ഒരു സാരി ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് ഈ സൈഡ് ഫുള്ള് പ്ലീറ്റ്സ് വരുമ്പോൾ ഹൈഡാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് വർക്ക് വരേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഈ ഒരു സാരിയിൽ ഈ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു, ഒരു പെണ്ണും ചെറുക്കനും കൈ പിടിച്ച് പോകുന്നത്. അപ്പം ആ ഒരു സിമിലർ ഡിസൈനാണ് ഈ കൈയുടെ എൻഡിൽ കൊടുത്തിരിക്കുന്നത്. അടിപൊളിയാണ്. ഇനിയിപ്പം ഇവർ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകും. എന്നിട്ട് ഞാൻ ഇനി എൻ്റെ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കും. എന്നിട്ട് മോള് പോയി കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ 2 മണിക്ക് എണീറ്റ് മേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ട് നാളെയൊക്കെ റെഡി ആയിട്ട് നമുക്ക് കല്യാണമൊക്കെ എൻ്റെ കൂടെ കൂടി ചേച്ചി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്റെ കൊച്ചുവിന് എന്ത് പറ്റി. അപ്പം നാളത്തെ ഒരു അടിപൊളി ദിവസത്തിന് വേണ്ടിയിട്ട് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ബിഗ് ഡേ. സമാധാനമായിട്ട് അവൾ എന്നെയാ സമാധാനിപ്പിക്കുന്നത്. അവസ്ഥ നോക്കണം, അവളുടെ കല്യാണം. എന്നിട്ട് അവൾ എന്നെ സമാധാനിക്കാം. പോട്ടെ ചേച്ചി, സാരമാണ് ചേച്ചി, ടെൻഷനൊന്നും അടിക്കണം. പോയി കിടന്നുറങ്ങിക്കോ കേട്ടോ, കഴിച്ചിട്ട് നല്ല കിടന്നുറങ്ങിക്കോ. ഓക്കെ, ബൈ ഗൈസ്. ഇനിയിപ്പം നമുക്ക് എൻ്റെ ഡ്രസ്സ് ട്രൈ ചെയ്യാം. ബൈ. അങ്ങനെ എൻ്റെ ഡ്രസ്സ് എൻ്റെ കല്യാണത്തിനുള്ളതല്ല, ഉണ്ണിച്ചേട്ടൻ്റെ കല്യാണത്തിനുള്ള എൻ്റെ ഡ്രസ്സ് റെഡിയായി കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഇത് ചെയ്യാൻ നേരം നമ്മൾ ആദ്യം ഒരു സാരി ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, എല്ലാവരും ഇങ്ങനെ സാരിയൊക്കെ ഇടുന്നതല്ലേ കല്യാണത്തിന്, അപ്പോൾ പിന്നെ നമുക്കൊരു വെറൈറ്റിക്ക് ഒരു ലെഹങ്ക പോലത്തെ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങനെ സാരി ഉടുക്കാതിരുന്നാൽ ശരിയാവുമോ അതായതെന്നൊക്കെ. പക്ഷെ ഞാൻ പിന്നെ ചോദിച്ചു, ഒരു വെറൈറ്റി ആയിക്കോട്ടെ, എല്ലാവരും എക്സ്പെക്ട് ചെയ്യും ഞാൻ സാരി ഉടുക്കുന്നത്. പക്ഷെ ഞാൻ സാരി ഉടുക്കുന്നില്ല. അതെങ്ങനെയുണ്ട്, എന്താണ് നമ്മളെന്ന് എല്ലാവരും വിചാരിക്കും. ഞാൻ സാരിയൊക്കെ ഉടുത്താണ്. ചേട്ടൻ്റെ അനിയത്തിയാണ്. അപ്പം സാരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ അവരെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അവരെ എക്സ്പെക്ടേഷന് വേറെ രീതിയിൽ നമ്മൾ ചെയ്യും. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. നമ്മൾ നോർമലി എടുക്കുന്ന കളേഴ്സ് ലൈക്ക് ഗ്രീൻ, ബ്ലൂ, റെഡ്, ഇപ്പം വയലറ്റ്, പേർപ്പിൾ, ഇങ്ങനത്തെ ഒരു കളറും നമ്മൾ ചൂസ് ചെയ്യാതെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ചൂസ് ചെയ്ത്. ഈ കളറിൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല. ഓറഞ്ച് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ സംസാരിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴത്തേനാണ് നമ്മൾ ഈ ഒരു കളറിൽ വന്നെത്തിയത്. അടിപൊളി, നൈസ്. ഓ, ഇതിന്റെ കൂടാണോ ഞാൻ നിൽക്കാൻ പോണേ? എൻ്റെ ദൈവം, ഞാൻ കുറച്ച് ഫുള്ള് ഫെയ്ഡ് ഔട്ട് ആയി പോകും. ഇങ്ങനൊരു ഡ്രസ് ഓർ ഡിസൈൻ ഞാൻ മീനുവിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വെരി ഡിഫറെൻറ്റ്. യു ലുക്ക് അമേസിങ്. പിന്നെ എന്താ അറിയോ, ഈ ടിഷ്യൂ ആയതുകൊണ്ടേ ഭയങ്കര റിച്ച് ലുക്കാണ്. ലൈറ്റൂടെ വരുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള മിക്ക ഡ്രസ്സുകളും എല്ലാം ഒന്നിന് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ നമ്മൾ ഇതിൻ്റെ കളർ ചൂസ് ചെയ്ത സമയത്ത് പോലും ഞാനിവിടെ വന്ന് കളർ ചാർട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ലൈക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഏത് വേണം. അപ്പോഴിങ്ങനെ സംശയം, ഇത് എടുക്കണോ, ഇതിൻ്റെ ലൈറ്റർ ഷെയ്ഡ് എടുക്കണോ, ഡാർക്കർ ഷെയ്ഡ് എടുക്കണോ, പല സംശയം. ഞാൻ പിന്നെ ചേച്ചി ഇതെനിക്ക് മതി. ബിക്കോസ് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞു മീനുവിനോട്, മീനു നമുക്കൊരു 1 പോയിന്റ് ഡാർക്കൺ ചെയ്ത് നോക്കാം. അപ്പം മീനുവിനോട് പറഞ്ഞു, വേണ്ട ചേച്ചി, എനിക്ക് അത് ആ ഷെയ്ഡ് തന്നെ കിട്ടിയാൽ മതി.
എനിക്ക് ഷെയ്ഡ് ഭയങ്കര കഴിഞ്ഞ ഉടനെ ഞാൻ എന്റെ ഫോട്ടോ അയച്ചു. ഞാൻ പറഞ്ഞു മീനു ഇത് dye okay. ആ ഇത് ഫുള്ള് ഡൈ ചെയ്തതാ. എങ്ങനെയുണ്ട് ഭൈബരോട് ചോദിച്ചോ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ സൂപ്പർ. കുറെ നേരമായിട്ട് ഇവിടെ മിണ്ടാതെ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്ട് ചെയ്ത എന്താണോ അത് അതുപോലെ എനിക്ക് അതിലും മേലെയാണ് എനിക്ക് അതുക്കും മേലെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കുറെ സജഷൻസ് ചോദിച്ചായിരുന്നു മീനുവിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക്. ഈവൻ ഓരോ കളർ ഫസ്റ്റ് ഡൈ ചെയ്തപ്പോഴത്തേനെ ചേച്ചി എന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം ഓരോ പാനൽ ഡിസൈൻ വേണ്ടേ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ അതെന്നോട് ചോദിച്ചു. ഈവൻ ബ്ലൗസിന്റെ ഒന്നും ഞാൻ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഡിസൈൻ ഡീറ്റെയിൽ അല്ല നമ്മൾ തന്നെ ഫൈനൽ ചെയ്ത. പക്ഷെ മീനുവിന് വേണ്ടത് എന്താന്നുള്ളത് നമ്മൾ ചോദിച്ചായിരുന്നു. സൂപ്പർ 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 ഒന്നും പറയില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും ഒന്നുകൂടെ കണ്ടോട്ടെ. എനിക്ക് ഈ ബാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ബാക്ക്. അപ്പം ഞാൻ നാളെ പോയി ഷൈൻ ചെയ്തിട്ട് വരാം. അപ്പോൾ അത് കാണാൻ നിങ്ങൾ വരണേ. നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലേ ഞാൻ ഒരുങ്ങി അവിടെ നിൽക്കുമ്പോൾ? കിട്ടത്തില്ലേ? അതിന് വേണ്ടി മാത്രമല്ല കല്യാണം കൂടാനും വേണ്ടിയിട്ട് വരണം. ആ വരത്തുള്ളൂ. ഞാനിപ്പോൾ കുറേ തമാശയൊക്കെ പറഞ്ഞെങ്കിലും ഏകദേശം ഞങ്ങൾ 1 വർഷം ആവാറായി. ഗെറ്റ് മാരിഡ് മാൻ, ഇറ്റ്സ് ഗുഡ്. തിരിച്ച് വീട്ടിൽ വരേണ്ടതുകൊണ്ടാണോ? അല്ല, വീട്ടിൽ വരേണ്ടതുകൊണ്ടും കൂടാണ്. എന്നാലും കൊള്ളാം, രസമുണ്ട്.